ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി അഗ്നിരക്ഷാ വാരാചരണം നടത്തി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരാചരണം സംഘടിപ്പിച്ചത്. രാജ്യമെങ്ങും അഗ്നിരക്ഷാ വാരാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇടുക്കി അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ ചെറുതോണി, വാഴത്തോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബോധവൽക്കരണ റോഡ് ഷോ സംഘടിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ 71 അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ധീരസ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഏപ്രിൽ 14 മുതൽ 20 വരെ ഫയർ സർവീസ് വാരാചരണമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ഫയർ സ്റ്റേഷനിൽ നിന്ന് ചെറുതോണി, വാഴത്തോപ്പ്, ഇടുക്കി എന്നിവിടങ്ങളിലൂടെ റോഡ് ഷോ സംഘടിപ്പിച്ചതും സേനയുടെ സേവനങ്ങളും കടമകളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ലഘുലേഖകളും ഉദ്യോഗസ്ഥർ വിതരണം ചെയ്തു. അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 44 ഏപ്രിൽ മാസം 14-ാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്ത്യൻ ഫയർഫോഴ്സിലെ ഒരു ദുരന്ത ദിനമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് മുംബൈ പോർട്ടിലുണ്ടായിരുന്ന SS ഫോർട്ട് എന്ന ഒരു കപ്പലിൽ സൂക്ഷിച്ചിരുന്ന ഡൈനാമിറ്റ് പോലുള്ള അത്യധികം സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾക്ക് നിസ്സാരമായ ഒരു തീയുണ്ടായി. ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 16ഓളം യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തുകയും അതിലുണ്ടായിരുന്ന ജീവനക്കാർ അഹോരാത്രം പണിപ്പെടുകയും നിർഭാഗ്യവശാൽ ഈ ഉണ്ടായ വളരെയധികം സ്ഫോടനാത്മകമായ അഗ്നിയിൽപ്പെട്ട് 66-ൽ പരം അഗ്നിശമന സേനാംഗങ്ങൾ മരണപ്പെടുകയുണ്ടായി. ഇടുക്കി ജില്ലയിലെ വിവിധ ആശുപത്രികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ C. അഖിൽ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B. ശ്രീകുമാർ, സീനിയർ ഫയർമാൻ സുജിത് കുമാർ എന്നിവരാണ് വാരാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.